എല്ലാവർക്കും നമസ്കാരം. ഫൈറ്റർ എന്ന ചാനലിലേക്ക് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു 2 ദിവസം മുമ്പേ ഞാൻ കണ്ട ഒരു സംഭവം എന്നിലെന്തോ തോന്നിച്ചു. ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം, ഇല്ലെങ്കിൽ കുറേ ആൾക്ക് അറിയാം, പക്ഷേ നമ്മളതിനെ അത്ര കാര്യമാക്കുന്നില്ല എന്താണെന്നറിയില്ല. ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഉൾപ്പെടുത്താത്തൊരു കാര്യമാണ് കാർഡിയോ എക്സസൈസ്. ഈവൻ ജിമ്മിൽ പോകുന്നവരായാലും ശരി, നോർമൽ ആൾക്കാരായാലും ശരി, കാർഡിയോ എക്സസൈസ് ചെയ്യുന്നില്ല. കാർഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന് കുറച്ചും കൂടെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസിനാണ് നമ്മൾ കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ചങ്ങായിൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരു ചെറിയ പരിപാടിക്ക് പോയായിരുന്നു. അപ്പം തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ, ഒരു മധ്യവയസ്കൻ എന്ന് വെച്ചാൽ 40-45, അങ്ങനെ വലിയ പ്രായം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, ശരീരമൊക്കെ കാണാനൊക്കെ ഫിറ്റാണ് ആൾ, അങ്ങനെ വലിയ ഇങ്ങനെ കുടലൊക്കെ ചാടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണാനുമില്ല. അപ്പോൾ അയാൾ ചെറിയൊരു കയറ്റം കയറി നടന്ന് വരുന്നത്, ഓടിപ്പോലുമല്ല, നടന്ന് വരുന്നു. ഇങ്ങനെ സ്കൂട്ടറിൽ കയറാൻ വേണ്ടിയിട്ട്, ഫ്രണ്ടിൻ്റെ അപ്പുറം സ്കൂട്ടറിൽ കയറാൻ വേണ്ടി നടന്ന് നമ്മുടെ അടുത്ത് എത്തുമ്പം തെങ്ങായി ശ്വാസം ഇങ്ങനെ എന്തോ വലിയൊരു എന്താ പറയുക, 100 മീറ്റർ റേസോ അല്ലെങ്കിൽ ഒരു വലിയ മാരത്തോൺ 10 കിലോമീറ്റർ ഓടി വന്ന ഒരാളെ പോലെ ഇങ്ങനെ കൊതക്കുന്നു നിന്ന്. ഇപ്പം നമ്മൾ പറയുന്നു, അയ്യോ നടക്കാൻ പോലും കഴിയുന്നില്ല, ചെറിയൊരു കയറ്റം പോലും കയറാൻ കഴിയുന്നില്ല, ഇങ്ങനെയായി പോയല്ലോ. എന്നിട്ട് ചിരിക്കുക. അപ്പം എന്നിൽ തോന്നിയ ഒരു കാര്യമാണിത്. നമ്മൾ എത്ര സരളമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തെ എടുക്കുന്നതാണ്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയോ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന കൂട്ടാൻ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നാണ് കാർഡിയോ എക്സസൈസിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇതിനെ കുറച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ട് തരാൻ വേണ്ടി, അപ്പോൾ ഞാൻ എക്സസൈസിലേക്ക്, എന്താണ് ഈ കാർഡിയോ എക്സസൈസ്, അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് എങ്ങനെ ചെയ്താലാണ് കാർഡിയോ എന്ന് പറയാൻ പറ്റുക, കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്ന് പറയാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. വീഡിയോയിൽ ലാസ്റ്റ് വരെ നിങ്ങൾ തുടർന്ന് നിൽക്കൂ, ഞാൻ അപ്പോഴേക്ക് നിങ്ങൾക്ക് ഇതെല്ലാം പറയാം. അതിനു മുമ്പേ ചെറിയൊരു കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ സാധാരണ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നുണ്ടല്ലോ, അതിന് വേഗത നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 70-72 ആവറേജ് ബീറ്റ്സ്, നമ്പർ ഓഫ് ബീറ്റ്സ് ആണ്, അത്ര തുടിപ്പുകളാണ് ഒരു മിനിറ്റിൽ ഇങ്ങനെ തുടിക്കുന്നത്, 70 പ്രാവശ്യം അങ്ങനെ. ഓക്കെ, ഇതാണ് നോർമൽ. അപ്പം ഇത് സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്തൊരു നോർമൽ വാല്യൂ ഇതാണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സ്പോർട്സ്മാൻ, ഇല്ലെങ്കിൽ ഒരു അത്ലീറ്റ്, സ്പോർട്സ്മാൻ എന്ന് പറയണ്ട, എല്ലാവരും സ്പോർട്സ്മാൻ ആവണമെന്നില്ല, പക്ഷേ എല്ലാവരും ഒരു അത്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഒരു അത്ലീറ്റ് അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ബോഡിയും കാര്യവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുടെ നോർമലായിട്ട് വെറുതെ ഇരിക്കുമ്പം റെസ്റ്റ് ചെയ്യുമ്പം ഉള്ള ഒരു തുടിപ്പിൻ്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഏകദേശം 70 കുറവായിരിക്കും. എന്തായാലും 60-65 ആ ഒരു വാല്യൂവിൽ കുറവായിരിക്കും, 60-65 കുറവായിരിക്കും സാധാരണ. ഓക്കെ, എന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം സാധാരണ തീരെ പണിയെടുക്കാത്ത ഒരാളുണ്ടാവില്ലേ, ചെറുപ്പം മുതലേ ബസ് പോകുന്നു, നടക്കുന്നു പോലും ഇല്ല, ഇവിടുന്ന് സ്കൂട്ടറിൽ കയറുന്നു, ഇല്ലെങ്കിൽ ഓട്ടോയിൽ കയറുന്നു, ഇല്ലെങ്കിൽ വീട്ടിലെ കാറിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കണ്ടമാനം ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നു, ഹൈ ഷുഗർ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരു 20-25 വയസ്സ് കഴിയുമ്പം ബോധം വരും ചിലപ്പം, അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോൾ, എപ്പോഴായാലും ശരി, ആ ഒരു വയസ്സ് വരുമ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നടക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തും നമ്മൾ. അപ്പം അയാളുടെ അങ്ങനത്തെ ഒരാളുടെ ഹാർട്ട് റേറ്റ് സാധാരണ നിലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു? അത് ഒരു നോർമൽ എത്രയായിരിക്കും? ഒരു 70-75 മുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഒരു 60-ൽ തുടിക്കുന്ന ഒരു ഹാർട്ടും നോർമൽ സാധാരണ ഇരിക്കുന്ന അത്ലീറ്റ് ഒരാൾ, നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളത് 60-ഉം, ഒരു വർക്കും ചെയ്യാതെ എത്ര കാലം നീണ്ടു നിൽക്കുന്നു അത്ര കാലം. ഓക്കെ, ഇത് 75-80 വരെ പോകുന്നു. അപ്പോൾ ആ 15-20 ആ ഒരു ഡിഫറൻസ് കാണുന്നുണ്ടോ? എന്താണ്? എല്ലാവരുടെ ശരീരത്തിൽ ഏകദേശം 5-6 ലിറ്റർ ബ്ലഡേ ഉള്ളൂ. ഓക്കെ, അത് പമ്പ് ചെയ്യാൻ ഒരു മിനിറ്റിൽ ഹാർട്ട് മൊത്തമായിട്ട് ആ 5-6 ലിറ്ററിന് ഒരു റൊട്ടേഷൻ ഫുൾ ചെയ്യുമെന്നാണ് ശരീരം പറയുന്നത് എല്ലാവരും. അപ്പം ആ ഒരു 5-6 ലിറ്റർ ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ച് തിരിച്ച് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ 60 പ്രാവശ്യം മാത്രം തുടിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരാളത് 70-75-80 പ്രാവശ്യം ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, ആ 5-6 ലിറ്റർ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ.
എന്തുകൊണ്ടാണ്? അപ്പോൾ ഹാർട്ടാണ് നല്ലത്? കുറച്ച് തുടിച്ച് കുറച്ച് ഹാർട്ട് ബീറ്റ് ചെയ്ത് കുറേ പണിയെടുക്കുന്ന ഹാർട്ടാണോ നല്ലത്, അത് കുറേ പ്രാവശ്യം തുടിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണോ സുഖം? അല്ലെങ്കിൽ അത്ര തന്നെ ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് സുഖം? അപ്പോൾ നേരെ തിരിച്ച് കുറച്ച് ഹാർട്ട് ബീറ്റ് കുറവും പമ്പ് കൂടുതലുമാണെങ്കിൽ നമ്മളെ സാധനം നല്ല എഫിഷ്യൻ്റ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ആ ഒരു എഫിഷ്യൻസി കൂട്ടാനാണ് നമ്മളുടെ ഈ കാർഡിയോ പോലത്തെ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ അത്ലീറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇത് ഇമ്പ്രൂവ് ആവും. ഈ കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത്, അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ശക്തി നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ഈ സിഡൻറ്ററി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം കൂട്ടുന്ന ആ ഒരു ജീവിതത്തിലുള്ള ആൾ ഈ 80 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളുണ്ടെങ്കിൽ ആ ഹൃദയം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ അയാൾ ഒരു പ്രാവശ്യം തുടിക്കുമ്പം ഹാർട്ടിന് വളരെ കുറച്ചേ ബ്ലഡിനെ ഫ്ലോ ചെയ്ത് അതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നു, പമ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് തന്നെ അതുകൊണ്ട് കുറേ പ്രാവശ്യം തുടിക്കേണ്ടി വരുന്നു ആ സെയിം ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വളരെ കഷ്ടമായൊരു സ്ഥിതിയാണിപ്പോൾ. ഓക്കെ, ഇതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഹാർട്ട് ബീറ്റ് കൂടേണ്ട അവസരങ്ങൾ എപ്പോഴാണ്? ഏതെങ്കിലും ഒരു നമ്മളെ എന്താ പറയുക തെരുവ് പട്ടി നമ്മളെ തുരത്താൻ വരുന്നത്, നമ്മൾ ഓടുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വണ്ടി നമ്മളെ കുത്താൻ വരുന്നത് നമ്മൾ ഓടി സൈഡിലേക്ക് മാറുന്നു, ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഈ ഒരു അധികം ഹാർട്ട് റേറ്റിൻ്റെയും ഹാർട്ട് ബീറ്റിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ സാധാരണ ജീവിതത്തിൽ എല്ലാവർക്കും അല്ലേ? പക്ഷെ അല്ലാത്ത സമയത്ത് പോലും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? നമ്മളുടെ ആ സമയത്ത് ആ ഒരു ഓടേണ്ട ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് നമ്മളതിന് പറയാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമിൻ്റെ ഒരു ടോപ്പിക്ക് വരുമ്പം അതിൽ ഇങ്ങനെ പറയാം ഇതിനാണ്. അപ്പോൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, ഒന്നിക്ക് രക്ഷപ്പെടാൻ, ഇല്ലെങ്കിൽ അടി കൂടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേറൊരാൾ വണ്ടിയിൽ പോയി കുത്തി, അന്നേരം നമ്മൾ പെട്ടെന്ന് എല്ലാം മറന്ന് ആ ഒരു ദേഷ്യത്തിൽ മാത്രം പെരുമാറുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന കെമിക്കൽസും ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചുകളും ആ ചേഞ്ചുകൾ എപ്പോഴും നമ്മുടെ ബോഡിയിലുണ്ടാവും. ഇത് മൂലം നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും, നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ഷുഗറിന് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, ആ ഷുഗർ പോലത്തെ രോഗങ്ങൾ വരും. അങ്ങനെ പല രോഗങ്ങൾ ഒന്നൊന്ന് പടിപടിയായി രോഗങ്ങളുടെ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളങ്ങ് എത്തും. പക്ഷേ ഇതെല്ലാം പോട്ടെ, ഇതിനൊരു നല്ല വാർത്തയുണ്ട്, ഗുഡ് ന്യൂസ്. അതെന്താണെന്നറിയാമോ? അതാണ് നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഒരു എക്സസൈസ് തീരെ ചെയ്യാത്തുള്ള ഒരു 3 മാസം ചെറുങ്ങനെ എക്സസൈസ് തുടങ്ങി കുറച്ച് ഇമ്പ്രൂവ് ചെയ്തൊരു 3 മാസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഈ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ തുടിക്കുന്ന ഹാർട്ടിൻ്റെ ആ ഒരു 80 തുടിപ്പിനെ നമുക്ക് കുറച്ചൊരു 65-70 തുടിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ഹാർട്ടിനെ നമുക്ക് എഫിഷ്യൻ്റ് ആക്കാം. എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാം? നമ്മൾ കൈനെ എഫിഷ്യൻ്റ് ആക്കണം. കൈനെ സ്ട്രോങ് ആക്കാൻ എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ ഭാരങ്ങൾ പൊന്തിച്ച് കൈനെ സ്ട്രോങ് ആക്കും അല്ലേ? ഒരു പണി തന്നെ കൂടുതൽ. അതേപോലെ തന്നെ ഹാർട്ടിനെ സ്ട്രോങ് ആകാൻ ഹാർട്ടിൻ്റെ മസിൽസിനും എക്സസൈസ് വേണം, ലങ്സിൻ്റെ മസിൽസിന് എക്സസൈസ് വേണം. ഈ കാർഡിയോ വാസ്കുലർ മൊത്തം സിസ്റ്റത്തിന് ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് നടക്കൂ. എങ്ങനത്തെ എക്സസൈസാണ് കാർഡിയോയിൽ വരുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ചെറുങ്ങനെ ജോഗിങ് ചെയ്യുന്നു, രാവിലെ എണീച്ച് നടക്കാൻ പോകുന്നവരുണ്ട്. കുറേ ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ എല്ലാ ദിവസവും വാക്കിങ്ങിന് പോകുന്നുണ്ട്, ബ്രിസ്ക് വാക്കിങ്ങിന് പോകുന്നുണ്ട്, എന്നാൽ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നത്, ആക്ടിവിറ്റി ലെവൽസ് ഉണ്ട്, ഓക്കെ, നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുമോ ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. എല്ലാവരും ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവണമെന്നില്ല. അപ്പോൾ ഹാർട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ കാർഡിയോ മൊത്തം സിസ്റ്റത്തിൻ്റെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റാമിന മൊത്തമായിട്ട് കൂട്ടാൻ, നമുക്ക് കൊതപ്പ് വരാണ്ടിരിക്കാൻ നമ്മൾ എങ്ങനത്തെ എക്സസൈസാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ബേസിക് തമ്പ് റൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സയൻസിൽ ഈ കാൽക്കുലേഷനിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 220 എന്നൊരു മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നവർ, മാക്സിമം ഹാർട്ട് റേറ്റ് 220 എന്ന് പറയുന്നത്. ഓക്കെ, അത് മൈനസ് നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് അത്ര വയസ്സ്. ഞാനിപ്പോൾ ജസ്റ്റ് 20 വയസ്സെന്ന് ഇങ്ങനെ എടുക്കാം എക്സാമ്പിൾ. അപ്പോൾ 200 നിങ്ങളുടെ 220 മൈനസ് 200 നിങ്ങളുടെ 100%. നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് 200 ബീറ്റ്സ് പെർ മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 200ൻ്റെ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരു 50% എത്രയായി 100 തുടിപ്പുകളുടെ ആ ലെവലിലെത്തുന്ന ഒരു എക്സസൈസ് ചെറുങ്ങനെ ജോഗിങ് മുതൽ തുടങ്ങാം. ചെറിയൊരു ജോഗിങ്, ചെറിയൊരു സ്വിമ്മിങ്, ചെറിയൊരു സൈക്ലിങ്, അങ്ങനെ ചെറിയൊരു സ്കിപ്പിങ്ങും. ഇതന്നെ ഇൻറ്റൻസിറ്റി കുറച്ച് ചെറിയ സ്കിപ്പിങ്ങും, ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഷാഡോ ബോക്സിങ്ങും, ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ആർക്ക് എങ്ങനെയാണോ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും.
പിന്നെ അത് തന്നെ കാർഡിയോ വാസ്കുലർ ലെവലിലേക്ക് എത്തിക്കണം എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ പതുക്കെ കൂട്ടിയിട്ട് അതിനെ നമ്മൾ 70-80% കൂട്ടും. അപ്പോൾ ആ 200ൻ്റെ 70% 7 × 2 = 14, അപ്പോൾ 140 തൊട്ട് 160 ബീറ്റ്സ് പെർ മിനിറ്റ് ഹാർട്ട് തുടിച്ചാൽ നമ്മൾ കാർഡിയോ വാസ്കുലാർ റേഞ്ചിലെത്തി. അപ്പോൾ നമ്മൾ ഹാർട്ടിന് ഹാർട്ട് മസിൽസിന് നമ്മൾ എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾ എത്രത്തോളം കൂട്ടി ചെയ്യുന്നോ അതിൻ്റെ മുകളിലോട്ട് പിന്നെ HIIT ഇപ്പം പുതിയ കുറേ കാര്യങ്ങളൊക്കെ വന്നു, അത് നമുക്ക് പിന്നെ പോകാം. അതിലൊരു വേറെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ കാർഡിയോ എന്ന് പറയുമ്പോൾ ആ ഒരു 140 അല്ലെങ്കിൽ 160 എന്ന ആ ഒരു ലെവലിൽ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ ജോഗിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മൾ 100 മീറ്റർ ഓടുന്ന സ്പീഡ് പോകുന്നില്ല, ജോഗിങ് കഴിഞ്ഞ പാടില്ല അടുത്ത സ്പീഡ് കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് പിടിക്കുന്നു. സ്കിപ്പിങ് നമ്മൾ ചിലപ്പോൾ 1 മിനിറ്റിൽ ചിലപ്പം ഒരു 60 സ്കിപ്പിംഗ് അല്ലെങ്കിൽ 1 സെക്കൻഡിന് ഒരു സ്കിപ്പിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 2 എണ്ണം ചെയ്യുന്നു, ഒരു 120 സ്കിപ്പിംഗ് ചെയ്യുന്നു. നമ്മൾ ചാടുന്നു നിന്ന സ്ഥലത്ത് നിന്ന്. നമ്മൾ സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയില്ലേ, ജമ്പിങ് ജാക്കും അങ്ങനെ ഇങ്ങനെ ചാടി കളിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം അങ്ങനെ പല എക്സസൈസുകളും ഇതിൽ വരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്വിമ്മിങ്ങിൻ്റെ കുറച്ചും കൂടെ സ്പീഡിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് നമ്മൾ സ്വിം ചെയ്യുന്നു, നോർമലിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലവണ്ണം സ്വിം ചെയ്യുന്നു. ഓക്കെ, പടികൾ കയറുന്നത് അല്ലെങ്കിൽ മല ഓടിക്കയറുന്നത് ചെറുങ്ങനെ, ഓക്കെ, ഇതൊക്കെ നമുക്ക് കാർഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്മാർട്ട് വാച്ചോ ഒരു ചെറിയൊരു മൊബൈൽ വെച്ചിട്ടോ, മൊബൈലിലെ പല ഹെൽത്ത് ആപ്പുകളും ഉണ്ട്, അത് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്കിത് ട്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലുമായിട്ട് ഒരു കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി ചെയ്തിരിക്കണം. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, ഒരു ലഘുവായിട്ട് ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റിൻ്റെ ഒരു സെഷനെങ്കിലും നമ്മൾ ഒരു ദിവസം മിനിമം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്താൽ നല്ലൊരു തലമുറനെ പടുത്തുയർത്താം. അതോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതേപോലത്തെ വീഡിയോസ്, ഇതിനെക്കാട്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ തുടർന്ന് വരും. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരെയും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.